നമസ്കാരം. നെളിയോറെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചെറുതുരുത്തി സെന്ററിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കടയുടെ മുകളിൽ നിന്ന് ഏകദേശം 1.5 മീറ്റർ വലിപ്പമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തി. ചെറുതുരുത്തി പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ചെറുതുരുത്തി SI നിഖിൽ, അഡീഷണൽ SI കമറുദ്ദീൻ, മറ്റ് ഉദ്യോഗസ്ഥരായ വിനീത് മോൻ, ഗിരീഷ്, നിതീഷ്, ഷംസുദ്ദീൻ എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് ലൈഫ് 2020 അപേക്ഷിച്ച അർഹതപ്പെട്ട ഗ്രാമപഞ്ചായത്തുമായി എഗ്രിമെന്റ് വെച്ച ഗുണഭോക്താക്കൾക്കെല്ലാം ആദ്യ ഗഡു നൽകാൻ ഗ്രാമപഞ്ചായത്തിൽ ധാരണയായി. പട്ടിത്തറ പഞ്ചായത്തിന്റെ 2024-25 ബജറ്റിൽ അവതരിപ്പിച്ച എല്ലാവർക്കും ഭവനം എന്ന ആശയം ഉൾക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് 300-ലധികം ഗുണഭോക്താക്കൾക്ക് ആദ്യ ഗഡു നൽകി ഭവന നിർമ്മാണം ഊർജിതപ്പെടുത്തുന്നത്. പട്ടിത്തറ പഞ്ചായത്തിന്റെ 2023-24, 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ വികസന ഫണ്ടിൽ ഭവന നിർമ്മാണത്തിന് ഊന്നൽ നൽകിയും ഹഡ്കോ 2019, 2022, 2023 വർഷങ്ങളിൽ ലഭിക്കുന്ന വായ്പ ഉപയോഗിച്ചും സ്റ്റേറ്റ് ഷെയർ, ജില്ലാ പഞ്ചായത്ത് വിഹിതം, ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം എന്നിവ ഉപയോഗപ്പെടുത്തിയുമാണ് ഇത് സാധ്യമാക്കുന്നത്. ഹഡ്കോയിൽ നിന്നുള്ള വായ്പ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വിഹിതം, അതുപോലെ തന്നെ മറ്റു ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയ വിഹിതങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും നല്ലൊരു തുക മാറ്റിവെച്ചിട്ടാണ് ഈ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത്. 2018 മുതൽ ലൈഫ് ഭവന പദ്ധതിക്കായി കാത്തിരിക്കുന്ന 500ഓളം ഗുണഭോക്താക്കൾ ഗ്രാമപഞ്ചായത്തിലുണ്ട്. വാസയോഗ്യമല്ലാത്ത വീടും വാടകയ്ക്ക് താമസിക്കുന്നതും നിർധനരായ കുടുംബങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് ഏറെ പ്രാധാന്യത്തോടുകൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ പറഞ്ഞു. ഭവനരഹിതരായിട്ടും അതുപോലെ തന്നെ ഭൂരഹിതരായിട്ടും വീടിനു വേണ്ടി കാത്തിരിക്കുന്ന ഏകദേശം 500ഓളം ഗുണഭോക്താക്കളിൽ സ്വന്തമായി ഭൂമി ആർജിച്ച ഏകദേശം മുഴുവൻ പേർക്കും ഗ്രാമപഞ്ചായത്തിന് വീട് നൽകാൻ കഴിയുക എന്നുള്ളത് വലിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന അവസ്ഥയിലാണുള്ളത്. ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നതോടൊപ്പം ജനകീയ പങ്കാളിത്തത്തോടെ ഭൂരഹിത കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്താൻ സർക്കാർ നടപ്പിലാക്കുന്ന മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിൻ കൂടി പഞ്ചായത്തിൽ തുടക്കം കുറിക്കും. ധാരാളം ഭൂമിയുള്ള സുമനസ്സുകളിൽ നിന്നും ഭൂമി സ്വന്തമായി ഇല്ലാത്തതിനാൽ ഭവനരഹിതരായ നിർധനരായ ഗുണഭോക്താക്കൾക്ക് മനസ്സോടെ ഇത്തിരി മണ്ണ് നൽകാൻ സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് 98 46 74 23 27, 99 61 17 54 33 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക. CCTV ന്യൂസ്, തൃത്താല. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിന് ഒരുക്കങ്ങൾ തുടങ്ങി. പെരുന്നാൾ കൊടിയേറ്റം ഞായറാഴ്ച നടക്കും. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ 8 നോമ്പാചരണം നടക്കുന്നത്. സെപ്റ്റംബർ 1 തീയതി മുതൽ 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാ നമസ്കാരം, ഗാന ശുശ്രൂഷ എന്നിവ നടക്കും. പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യൂയാക്കിംഗ് മോർ കുർലോസ് ബാവയുടെയും ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് പൗലോസ് ദിദിയൻ ബാവയുടെയും ഓർമ്മ പെരുന്നാൾ ആചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും നടക്കും. സന്ധ്യാ നമസ്കാരത്തിനു ശേഷം 42ാമത് 8 നോമ്പ് സുവിശേഷ യോഗത്തിന് തുടക്കമാകും. സെപ്റ്റംബർ 5 രാത്രി 9 മുട്ടുകുത്തൽ വഴിപാട്, 7 തീയതി രാത്രി പ്രസിദ്ധമായ 8 നോമ്പ് റാസ, ദൈവമാതാവിന്റെ വിശുദ്ധ സുനോറോ വണക്കം, അത്താഴ സദ്യ എന്നിവ നടക്കും. 8 രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവ നടക്കും. ആഗസ്റ്റ് 25 ഞായറാഴ്ച രാവിലെ തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രാപ്പൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് 8 നോമ്പ് പെരുന്നാൾ കൊടിയേറ്റം നടത്തും. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ 51-അംഗ കമ്മിറ്റി നേതൃത്വം നൽകും. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നു. 29 മുതൽ വാഹന ഗതാഗതത്തിന് റോഡ് തുറന്നുകൊടുക്കുമെന്ന് പാലക്കാട് ജില്ലാ മെയിന്റനൻസ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീബ അറിയിച്ചു. റോഡിൽ കട്ട വിരിച്ചതിന് ഇരുഭാഗങ്ങളിലും ഇനിയും പ്രവൃത്തി ബാക്കിയുണ്ട്. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതു മുതൽ വാഹനങ്ങളെല്ലാം പ്രദേശത്തെ ചെറിയ റോഡുകളിലൂടെ വഴിതിരിഞ്ഞു പോവുകയാണ്. ഇടുങ്ങിയ വഴികളായതിനാൽ തന്നെ ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്ന സമയങ്ങളിൽ ഗതാഗതക്കുരുക്ക് സ്ഥിരമാണ്. റോഡുകളുടെ സ്ഥിതിയും കൂടുതൽ മോശമായി കൊണ്ടിരിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി പാത 29-ന് തന്നെ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. ഇടവേള.
CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി ടൗണിലെ ട്രാഫിക് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്ത്. ഈ ആവശ്യം ഉന്നയിച്ച നിവേദനം യൂത്ത് വിംഗ് ഭാരവാഹികൾ നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജിക്ക് കൈമാറി. പട്ടാമ്പി നഗരത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ട്രാഫിക് പരിഷ്കാരം വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് ഭാരവാഹികൾ പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജിക്ക് നിവേദനം നൽകിയത്. അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണങ്ങൾ വഴി സ്ഥാപനങ്ങളുടെ മുന്നിൽ ഉപഭോക്താക്കൾ സാധനം വാങ്ങുവാനും മറ്റു സേവനങ്ങൾക്കുമായും എത്തുമ്പോൾ അവർക്ക് പിഴ ഈടാക്കുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിക്കുന്നത്. ഇത് വ്യാപാര മേഖലയെ വലിയ തോതിലാണ് ബാധിക്കുന്നത്. ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് ഭാരവാഹികൾ നിവേദനം നൽകിയത്. അദ്ദേഹം വളരെ ഗൗരവമായി തന്നെ അത് നഗരസഭയുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ പട്ടാമ്പി കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ ക്ലീൻ പട്ടാമ്പി എന്ന ആശയത്തോട് നമ്മൾക്ക് യാതൊരുവിധ വിയോജിപ്പുമില്ല. പോലീസുകാരുടെ ചാർജുമായി ബന്ധപ്പെട്ട് നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല. കാരണം നമ്മുടെ നിയമങ്ങൾ നടപ്പാക്കണം. അനധികൃതമായ പാർക്കിങ്ങിനോടൊന്നും നമുക്ക് അനുകൂലിക്കുന്ന നിലപാടൊന്നും പട്ടാമ്പി കച്ചവടക്കാർക്കില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ചില പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ കുറച്ച് കൂടുതൽ അനുവദിക്കണം. അതുപോലെ തന്നെ കടയിലേക്ക് കയറി വരാൻ വണ്ടി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ബൈക്കോ എന്തെങ്കിലും നിർത്തിയിട്ട് കയറി വരാനുള്ള സാഹചര്യം ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ എതിരൊന്നുമല്ല. അത് വ്യക്തമായിട്ട് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ പട്ടാമ്പി കച്ചവടക്കാരോട് നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ശുഭപ്രതീക്ഷയുണ്ട്. യൂത്ത് വിംഗ് പ്രസിഡന്റ് VT അക്ബർ, സെക്രട്ടറി ജംഷീദ്, ട്രഷറർ ഷംസുദ്ദീൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കരിമുത്തു, ഷാഫി, ഷൗക്കത്ത്, സുഹൈബ്, അമീർ, വിനോദ്, സവാദ്, ഷമീർ, ഷിഹാബ്, നിസാർ, കോയ മലബാർ, റഷീദ്, ഷിഹാബ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു നിവേദനം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ നടപടികൾ പരിശോധിച്ച് സ്വീകരിക്കാമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജിയും മറുപടി നൽകി. പട്ടാമ്പി നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിലെ ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് ഇന്നൊരു പരാതി നഗരസഭയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ അനധികൃത പാർക്കിംഗ് പോലീസ് കർശനമാക്കുന്നതോടുകൂടി പട്ടാമ്പി നഗരത്തിൽ കച്ചവടക്കാർ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് അവർ നഗരസഭയോട് പരാതി പറഞ്ഞത്. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാര സംഘടനകളുടെയും ഇത്തരം ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് അടുത്ത ആഴ്ച തന്നെ ട്രാഫിക് പരിഷ്കരണ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥരും പട്ടാമ്പിയിലെ കച്ചവടക്കാരും ഓട്ടോ ടെമ്പോ ടാക്സി തൊഴിലാളികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ഇരുത്തി വളരെ വിശദമായി ചർച്ച ചെയ്ത് കച്ചവടക്കാരും മറ്റുള്ള പൊതുജനങ്ങളും നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ നടപ്പിൽ വരുത്താൻ നഗരസഭ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുവാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന. പഴകിയ മത്സ്യങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പട്ടാമ്പി ആധുനിക മത്സ്യ മാർക്കറ്റിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന.
പഴകിയ മീനുകൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പഴകിയ മീനുകൾ പിടിച്ചെടുത്ത കച്ചവടക്കാരിൽ നിന്നും പിഴയും ഈടാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെയാണ് പരിശോധന ആരംഭിച്ചത്. മത്സ്യ മാർക്കറ്റിൽ പഴകിയ മത്സ്യങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതായി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ വിഭാഗം പരിശോധനയ്ക്കെത്തിയത്. ഉപയോഗപ്രദമല്ലാത്ത 2 പെട്ടി മത്സ്യങ്ങളാണ് പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. ഇത്തരത്തിലുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. നഗരസഭ മാർക്കറ്റിൽ പഴകിയ മത്സ്യം വിൽക്കുന്നതായി പരാതി ലഭിക്കുന്ന അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഫുഡ് സേഫ്റ്റി ഓഫീസറോടൊപ്പം സ്ഥലത്ത് പോയി പരിശോധന നടത്തുകയും പഴകിയതും മനുഷ്യ ഉപയോഗത്തിനും പറ്റാത്തതുമായ ചീഞ്ഞടിഞ്ഞ മത്സ്യം കണ്ടെത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി അവർ പിടിച്ചെടുത്ത് നശിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് കർശന പിഴ ചുമത്തി ചുമത്തുകയും തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. ഇനിയും ഇതേപോലുള്ള പരിശോധനകൾ തുടരുകയും കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ്. പിടിച്ചെടുത്ത് 2 കച്ചവടക്കാരിൽ നിന്നാണ് പിടിച്ചെടുത്തത്. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തും പ്രാഥമികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് വോളണ്ടിയർ പരിശീലനം നടത്തി. എല്ലാ വാർഡുകളിൽ നിന്നുള്ള അയൽപ്പക്ക വോളണ്ടിയർമാരുടെ പരിശീലനമാണ് നടത്തിയത്. നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM രാജൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുന്ദരൻ, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീനിവാസൻ, M മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രവീൺ കോഴിക്കോട് പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. ആത്മഹത്യാ ശ്രമത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കുമരനെല്ലൂർ അമേറ്റിക്കര കരുവാരക്കാട്ടിൽ കണ്ടം കണ്ടത്തിൽ വീട്ടിൽ സുരഭിയാണ് മരിച്ചത്. ഈ മാസം 16-ന് സുരഭി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. തുടർന്ന് എടപ്പാളിലും കോഴിക്കോട്ടെയും ആശുപത്രികളിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയോടെ മരണം സംഭവിച്ചു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. പൊന്നാനി ഈശ്വരമംഗലം ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. വിദ്യാർത്ഥികളായ അർച്ചിത്, അഭിഷേക് എന്നിവർ മക്കളാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.